എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മക്ലൂബയാണ്. ഇതൊരു അറബിക് ഡിഷാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 5 പച്ചമുളക് 8 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്നല്ലോ മുളകും വെളുത്തുള്ളിയൊക്കെ കൂടി, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സ്കിൻ കളയാത്ത 1 കിലോ ചിക്കനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ സ്കിന്നോട് കൂടിയാണ് ഈ മക്ലൂബ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ട് 1/2 ടീസ്പൂൺ സ്പൈസ് മിക്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ചേരുവകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഇത് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 3 ഡ്രൈ ലെമണും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ചിക്കനൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് മൂടി വെച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കൻ പീസുകളൊക്കെ മാറ്റി വെക്കാം. ഇപ്പം ഈ ചിക്കനൊക്കെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഈ ചിക്കൻ വെന്ത വെള്ളത്തിൽ വേണം നമുക്ക് നമ്മുടെ റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 3 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ റൈസ് നമ്മൾ ഈ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരിയിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ വെള്ളം വറ്റുന്നിടം വരെ നമ്മൾ അരി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ റൈസിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ റൈസിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 2 വഴുതനങ്ങ ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് സ്ക്വയറായിട്ടാണ് മുറിച്ച് വെച്ചേക്കണേ. അതിൻ്റെ സ്കിന്ന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു സവാള വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ക്യാപ്സിക്കവും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങ് നമ്മളിത് ഇത്രയും കനത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. നമ്മൾ അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എങ്കിൽ 1 തക്കാളി നന്നായിട്ട് അരച്ച് ചേർത്താൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ അറബിക് സ്പൈസ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മിക്സിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസാണ്. മക്ലൂബ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്. ഞാനിവിടെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസിനെ 2ആയിട്ട് പകുത്തെടുക്കാം. അതിൽ ഒരു പാർട്ടിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് പയ്യെ മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് പൊട്ടിപ്പോകും. ഇതേപോലെ പയ്യെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം കളറാണെങ്കിലും ചേർക്കാം. പക്ഷേ ഈ റൈസിന് മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വെച്ചാൽ ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ബാക്കി പകുതിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ അതങ്ങനെ നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് സാവധാനം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
നമുക്ക് വെജിറ്റബിളൊക്കെ വെച്ച് നമ്മുടെ ചിക്കൻ മക്ലൂബ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബ്രിഞ്ചലിൻ്റെ സ്കിന്ന് താഴെ ഇങ്ങനെ അടുക്കി കൊടുക്കാം. അടുക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വേണം അടുക്കി കൊടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മുടെ മക്ലൂബ മറിക്കുമ്പോഴത്തേക്കും ആ ഭംഗിയിൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. വഴുതനങ്ങയും പൊട്ടറ്റോയും വെച്ച ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോ പീസായിട്ട് നമുക്ക് അടുക്കി അടുക്കി വെക്കാം. ചിക്കൻ മുഴുവനും ഞാൻ ഇതേപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ അങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് നല്ല അമർത്തി അങ്ങോട്ട് നിരത്തി കൊടുക്കാം. ഈ റൈസ് ചേർത്ത ശേഷം അടുത്ത ലെയറായിട്ട് നമുക്ക് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മഞ്ഞൾ ചേർത്ത ആ റൈസ് ഇതിന് മുകളിൽ നന്നായിട്ട് അമർത്തി വേണം നിറച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ മക്ലൂബ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മക്ലൂബ ഒരു അരമണിക്കൂർ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മക്ലൂബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഈ പാത്രം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം. നമ്മുടെ മക്ലൂബ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.